ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏകദേശം 2 വർഷം മുമ്പ്, 2 വർഷത്തിൻ്റെ അടുത്ത് ആയി ഞാനൊരു സ്റ്റോക്ക് നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു. അന്ന് അതൊരു 500 കോടിക്ക് താഴെയായിരുന്നു അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ഒരു മൈക്രോ ക്യാപ്പ് കമ്പനി എന്ന് പറയാവുന്ന ഒരു കമ്പനിയായിരുന്നു. അന്ന് അതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 167 രൂപയായിരുന്നു. ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം 600 രൂപയുടെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഇനിയുള്ള വളർച്ച എന്താണ് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യോ സെല്ലർ റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറയുന്നു, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകാം. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞാൽ ഏതാ? ഡൈനാമിക് കേബിൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്താണ് അതിൻ്റെ അകത്തെ പ്രൊഡക്റ്റുകളുള്ളത്? ഇവിടെ തന്നെ പ്രൊഡക്റ്റുകൾ ഞാൻ അന്ന് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്നാ നമ്മുടെ പവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതരം കേബിളുകളാണ്. വിവിധ വലിയ വലിയ കമ്പനികൾക്കും റെയിൽവേക്കും വേണ്ട, അതുപോലെയുള്ള വലിയ വലിയ കമ്പനികൾക്ക് വേണ്ട പ്രൊഡക്റ്റുകളാണ്. പവറുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട പ്രൊഡക്റ്റുകളാണ്, കേബിളുകളാണ് ഇവർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിന് എന്താണ് ഈ ഒരു വളർച്ചയ്ക്ക് സാധ്യത എന്താ? അപ്പോൾ ഇന്ത്യ ഒരു നെക്സ്റ്റ് ജനറേഷൻ വളർച്ചയിൽ ആണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വളർച്ചയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം തന്നെ എന്താ? കറണ്ട് തന്നെയാണ്. അതെന്തുകൊണ്ടാണ് ഈ വൈദ്യുതി ആവശ്യം വരുന്നത്? കാരണം പുറത്തുനിന്ന് വിവിധ കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നു, റോഡ് റെയിലൊക്കെ വികസിക്കുമ്പോഴത്തേനും അവിടെയൊക്കെ പുതിയ പുതിയ വ്യവസായങ്ങൾ വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഈ വലിയ കമ്പനികളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ എന്ത് വേണം? പവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾ വേണം, കേബിളുകൾ വേണം. ഈ കേബിളുകളില്ലാണ്ട് കമ്പനി പ്രവർത്തിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ എന്നാ ഇത് അനിവാര്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയ കമ്പനിക്ക് അപ്പോൾ ആ ഒരു വളർച്ചയിൽ അതിൻ്റെ അകത്ത് കറക്റ്റ് ടൈമിൽ അവർ കറക്റ്റായിട്ട് രീതിയിൽ അവർ പെട്ടെന്ന് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ വളർച്ചാ സാധ്യതയൊക്കെ കൃത്യമായിട്ട് നോക്കി നോക്കി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്നായിരിക്കും ഈ ഒരു ചെറിയ കമ്പനി ഒരു മിഡ് ക്യാപ്പും ലാർജ് ക്യാപ്പൊക്കെ ആയിട്ട് മാറാൻ പോണത്. ഈ പെട്ടെന്നെന്ന് പറഞ്ഞാൽ 1-2 കൊല്ലമൊന്നും അല്ലാത്ത ഒരു 10-15 കൊല്ലത്തിന് മുകളിലെടുക്കും കേട്ടോ. അത് കമ്പനിയെ സംബന്ധിച്ച് പെട്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു വളർച്ച എന്ന് പറയുമ്പോൾ ഈ വൈദ്യുതി എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണ്. അങ്ങനെ വരുമ്പോഴത്തേനും ഈ കമ്പനി ഇവിടെ ഇങ്ങ് നിൽക്കുന്ന ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. വലിയ വളർച്ചാ സാധ്യതയുള്ള ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ നോക്കിക്കഴിയുമ്പോഴത്തേനും എന്താ, പുതിയ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഏകദേശം 40ഓളം കൺട്രികളിൽ ഇവർക്ക് പ്രസൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ അവരുടെ പ്രൊഡക്റ്റുകളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് മോർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് എടുത്ത് നോക്കിക്കഴിയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഏകദേശം 35 വർഷത്തിൻ്റെ മുകളിലായി ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. 250ൻ്റെ മുകളിൽ ഡൊമസ്റ്റിക് ക്ലയൻറ്റ് ബേസ് ഉണ്ട്. 100ൻ്റെ മുകളിൽ പുറത്തുള്ള ക്ലയൻറ്റ് ബേസുകളുണ്ട്. 600ൻ്റെ മുകളിൽ സ്ട്രെങ്ത് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ അവരുടെ ക്ലയൻറ്റുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലയൻറ്റുകളുണ്ട്, ഇൻ്റർനാഷണൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലയൻറ്റുകളുണ്ട്, പിന്നെ പ്രൈവറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലയൻറ്റുകൾ ഇവർക്കുണ്ട്. പിന്നെ ഇവിടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്ത് കാണുവാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വളർച്ചാ സാധ്യതയും ഇതിൻ്റെ ഒരു കമ്പനിയുടെ ആ ഒരു മൊത്തത്തിലുള്ള എന്താണെന്നുള്ളത് മനസ്സിലാവും നിങ്ങൾക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലിലേക്ക് കിടക്കാം. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. ഞാൻ അന്ന് വീഡിയോ ചെയ്യുമ്പോൾ എത്രയായിരുന്നു? 300 സംതിങ് എങ്ങാണ്ട് മാർക്കറ്റ് ക്യാപ്പായിരുന്നു. ഇപ്പോഴും എത്രയാണ്? 1322 കോടി. ഇപ്പോഴും അതൊരു ചെറിയ കമ്പനി തന്നെയാണ്. വലിയ വേരിയേഷനുള്ള കാലഘട്ടത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോണത്.
അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കമ്പനി തീരെ ചെറിയ കമ്പനികൾ എടുക്കുമ്പോഴത്തേനും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നേരിടും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ വളർച്ചയും അതിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോണ ഒരു വലിയൊരു ഒരു ഒരു കയറ്റിറക്കങ്ങൾ നേരിടാൻ ചാൻസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ വളർച്ച കൃത്യമായിട്ട് അതിൻ്റെ സെയിൽസൊക്കെ കൂടി പോവുകയും കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ക്ലയൻറ്റുകളൊക്കെ പെട്ടെന്ന് കൂടി വരുവാണെങ്കിൽ പെട്ടെന്നായിരിക്കും കമ്പനി വളരുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 546, 50 കഴിഞ്ഞ് പറഞ്ഞാൽ 680, 50 ലോ എന്ന് പറഞ്ഞാൽ 337, സ്റ്റോക്കിൻ്റെ പി എന്ന് പറഞ്ഞാൽ 34.8, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 97.2, ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത്രയും ചെറിയൊരു, ഞാൻ അന്നും പറഞ്ഞായിരുന്നു, ഇത്രയും ചെറിയൊരു കമ്പനി ഡിവിഡൻഡൊക്കെ നൽകുന്നതിലും ഭേദം ഇവർക്കുള്ള കടങ്ങളൊക്കെ തിരിച്ചടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യമായിരുന്നു എന്ന് ഞാൻ അന്നും പറഞ്ഞായിരുന്നു. ഇപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാട്ടോ ഞാൻ നിൽക്കുന്നത്. ഇത് എൻ്റെ ഒരു കണക്കൂട്ടലാണ് കേട്ടോ. പിന്നെ ROC ROE എന്ന് പറയുമ്പോൾ ROC 24.9, ROE എന്ന് പറഞ്ഞാൽ 19.3, ഫേസ് വാല്യൂ 10 ആണ്. കമ്പനീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങളെടുത്ത് ഫുള്ള് വായിച്ച് നോക്കുക കേട്ടോ, അല്ലെങ്കിൽ പഴയ വീഡിയോ എടുത്ത് കാണുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയേ, മാക്സിമം ചാർട്ട് പാറ്റേൺ എടുത്ത് നോക്കിയേ. അപ്പോൾ ഈ ഇവിടം വരെ എന്താ സംഭവിച്ചേക്കണേ, 200 മൂവിങ് ആവറേജിന് താഴെയായിരുന്നു. 200 ഒരു മൂവിങ് ആവറേജ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് വൺസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഈ 200 മൂവിങ് ആവറേജിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് എപ്പോഴും തിരിച്ച് ബൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ കുറേ നാളുകളായിട്ട് 200 മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്തെടുത്താണ് പോണത്. അപ്പോൾ അതൊരു മെയിൻ പോയിൻ്റായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു. നമുക്ക് ലാസ്റ്റ് എൻ്റെത്തെ ലെവലുകളൊക്കെ നോക്കാം. പിന്നെ നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോഴത്തേന് ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയേ, 2011 മാർച്ചിൽ എത്രയായി, വെറും 140 കോടി ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ എത്രയായി, മാർച്ച് 2024 എത്തിയപ്പോഴത്തേനും 768 കോടിയിലേക്കും, ട്രേഡ് ഇൻ ഡെൽമന്ത് 795 കോടിയിലേക്കും വന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വെറും 7 കോടിയിൽ നിന്ന് എത്രയായി, 77 കോടിയിലേക്കും, ട്രേഡ് ഇൻ ഡെൽമന്ത് 79 കോടിയിലേക്ക് നിൽക്കുന്നു. മാർജിനാണെങ്കിൽ ഏകദേശം ഒരു 5%-നും 10-11% ഇടയിൽ നിൽക്കുന്നു. അത് പതുക്കെ കൂടി നിൽക്കുന്നു. അവസാനമൊക്കെ എത്തി 2020 കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ഒരു 10-11 ഇടയിലൊക്കെയാണ് എപ്പോഴും നിൽക്കുന്നത്. അതൊരു പോസിറ്റീവ് പോയിൻ്റാണ്. ഈ ഓപ്പറേറ്റിംഗ് മാർജിൻ ഉയർന്നു എന്നുള്ളത് പറയുന്നത് ഒരു നല്ല പോയിൻ്റാണ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ ആദ്യകാലത്ത് 0 ആയിരുന്നു, ഇപ്പോൾ എത്രയും 38 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. പിന്നെ റിസർവ് ആണെങ്കിലോ 2011 മാർച്ചിൽ വെറും 5 കോടി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 192 കോടിയിലേക്ക് കൂടിയിട്ടുണ്ട്. കടമാണെങ്കിൽ 34 കോടിയിൽ നിന്ന് അവൻ കുറഞ്ഞ് ഇവിടെ എത്രയായി, ആദ്യം കൂടി 133 കോടി വരെ കൂടി, അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറഞ്ഞ് 77 കോടിയിലേക്ക് കുറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വീണ്ടും കൂടി 119 കോടിയിലേക്ക് കൂടി. അപ്പോൾ ഈ ഇത്രയും ചെറിയ കമ്പനികൾ ഈ കടം കൂടി വരുന്നത് അത്ര നല്ല കാര്യമല്ല. അന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കുറഞ്ഞ് 77ലേക്ക് വന്നായിരുന്നു, ഇപ്പം എന്നെ വീണ്ടും ഒരു കടം കൂട്ടി. അപ്പോൾ അത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ നമ്മൾ നോക്കണം. ലോങ് ടൈം ബോറോയിങ്സ് അങ്ങനെ തന്നെ നിൽക്കുന്നത് ഒരു 6 കോടിയിലേക്ക് കുറയ്ക്കുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണെങ്കിലോ അവർ തന്നെ പെട്ടെന്ന് വലിയൊരു കയറ്റം കയറി 114 കോടിയിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണ് കൂട്ടിയേക്കുന്നത്. അപ്പോൾ ഈ കടങ്ങളൊക്കെ പെട്ടെന്ന് അടച്ച് തീർക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ കുറഞ്ഞു തന്നെയുണ്ടോ എന്നത് നമ്മൾ ഭാവിയിലേക്ക് നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ താഴത്തേക്ക് നോക്കിക്കഴിയുമ്പോഴോ അതിൻ്റെ പ്രൊമോട്ടറുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി. പ്രൊമോട്ടർ 2021 സെപ്റ്റംബറിൽ എത്രയായി, 74.16 ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പതുക്കെ കൂട്ടി ചെറുതായിട്ട് കൂട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി, 68.17ലേക്ക് ഈ ലാസ്റ്റ് എത്തിയ ജൂൺ 2024 എത്തിയപ്പോഴത്തേനും ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് കുറയ്ക്കുന്നതെന്ന് പറയുമ്പോൾ കമ്പനിയുടെ പ്രൊമോട്ടർക്ക് അത്ര വിശ്വാസം ഇല്ല എന്നുള്ളൊരു മൈൻഡ് വരും. ഇപ്പം നിലവിൽ ഏതൊക്കെയായാലും നല്ലൊരു 68% അടുത്ത് അവർക്ക് സ്ട്രൈക്ക് ഉണ്ട്. FIS ആണെങ്കിലോ 0.03 ചെറുതായിട്ട് സ്ട്രൈക്ക് കൂട്ടിയേക്കണം.
DAS ആണെങ്കിൽ അവർ 0 ആയിരുന്നു, അത് 2.34 കൂട്ടിയേക്കാണ്. പബ്ലിക് ആണെങ്കിലോ പബ്ലിക്കും 29.09 വന്നേക്കുന്നത്. അപ്പോൾ ഈ FISും DASും അതിൻ്റെ അകത്ത് പതുക്കെ പതുക്കെ സ്ട്രൈക്ക് ഉയർത്തി വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇനി നമുക്ക് അതിൻ്റെ അത് ചാർട്ട് പാറ്റേൺ നോക്കാം. ഞാനന്ന് വീഡിയോ ചെയ്യുമ്പോൾ 167 രൂപയിലാണ് അന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തെടുത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും വലിയൊരു റാലി നടത്തി ഏകദേശം 700 രൂപയുടെ അടുത്ത് വന്നിട്ടാണ് അവൻ തിരിച്ച് താഴത്തേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്ത് ഇവിടെ വന്നിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് വീണ്ടും ഒരു പോയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോഴത്തേനും ഏതാണ് ഇന്നത്തെ ഒരു മെയിൻ സപ്പോർട്ട്? 446-നും 504-നും ആയിരിക്കും ഒരു നല്ല സപ്പോർട്ടുള്ളത്. അത് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു 200 മൂവിങ് ആവറേജ് പോകുന്നുണ്ട്. ആ മൂവിങ് ആവറേജിൽ ഞാൻ ഇവിടെ കാണിച്ചില്ലേ, ഈ ഏരിയയിൽ കാണിച്ചില്ലേ 200 മൂവിങ് ആവറേജ്. ഈ മൂവിങ് ആവറേജും കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഈ ഒരു സപ്പോർട്ട് വരുന്നത്. ആ സപ്പോർട്ടും പോയി കഴിഞ്ഞാലോ ഈ ട്രെൻഡ് ലൈനിൽ ഒന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ട്രെൻഡ് ലൈനും വിട്ട് താഴത്തേക്ക് പോണത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ നിന്ന് അങ്ങ് ബ്രേക്ക് ഔട്ട് വന്നേ പിന്നെ ആ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്താണ് പോണത്. ഈ ട്രെൻഡ് ലൈൻ വിട്ട് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു എന്തോ ഒരു പശകളുള്ള പോലെ ഫീൽ ചെയ്യും. അത് അത്ര നല്ല കാര്യമല്ല. എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഈ ഒരു 446-നും 504-നും സപ്പോർട്ട് എടുക്കാനാണ് ചാൻസ്. എന്നിട്ട് തന്നെ പുതിയ ഉയരങ്ങളിലേക്ക് പോകാനാണ് ചാൻസ്. എന്തുകൊണ്ടാണ് പുതിയ ഉയരങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉള്ളത്? നമ്മുടെ ഇപ്പോഴത്തെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ കൂടെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇതുപോലുള്ള കമ്പനികൾക്ക് വളരെ ഡിമാൻഡ് കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേബിളുകൾക്ക് എല്ലാ കമ്പനികൾക്കും ആവശ്യം വരും. ഒരുപാട് കയറ്റുമതികൾ പ്ലാൻ ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇതുപോലുള്ള കയറ്റുമതികളൊക്കെ പ്ലാൻ ചെയ്യുന്ന അതിനുള്ള വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമ്പോഴത്തേന് ഇതുപോലുള്ള കമ്പനികൾക്ക് അതൊക്കെ ഭയങ്കര ഒരു താങ്ങാണ്, വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ പുറകെ തന്നെ നിൽക്കണം. പ്രത്യേകിച്ച് ഇതൊരു 2000 കോടിക്ക് താഴെയുള്ളൊരു കമ്പനിയാണ്. 2000-നും പറയാൻ പറ്റില്ല, 1500 കോടിക്ക് താഴെയുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ റിസ്ക് ഒരുപാട് എടുക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു റിസ്ക് വേണം. ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലൊക്കെ ഉൾപ്പെടുത്താമെന്നും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോകൾ നടത്തുന്നു. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? കൂടുതലായിട്ട് ഈ കമ്പനിയെ കുറിച്ച് പഠിക്കുക. കമ്പനീനെ പറ്റി പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കമ്പനിയിൽ വിശ്വാസം ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കുക. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സെക്ടറിലും ഈ ഒരു കമ്പനിയിലും വലിയ വളർച്ചാ സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് തീരുമാനമെടുത്ത് പൊസിഷൻ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഇതൊരു ബൈയോ സെല്ലർ റെക്കമെൻഡേഷനും നല്ല കാര്യങ്ങൾ പറയുന്ന കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.